ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഐ എം രഞ്ജിത്ത്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മറ്റൊരു വ്യക്തിയുടെ മനസ്സിൽ നമ്മുടെ ചിത്രം എപ്രകാരമാണ് രൂപപ്പെടുന്നത് എന്നതിനെക്കുറിച്ചാണ്. അതായത്, ഒരു സിനിമയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ട സിനിമയാണെങ്കിൽ നമുക്ക് ആ സിനിമയുടെ വ്യക്തമായ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആയി വരും. അതായത് ആ സിനിമയുടെ പാട്ട്, നല്ല നല്ല സന്ദർഭങ്ങൾ, തമാശകൾ എല്ലാം കൂടി നമ്മൾ വാല്യുവേറ്റ് ചെയ്തിട്ടായിരിക്കും ആ സിനിമയെ വിലയിരുത്തുന്നത്. ആ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയുന്നതും നമ്മൾ സ്വയം വാല്യുവേറ്റ് ചെയ്യുന്നതും ആ സിനിമയുടെ സന്ദർഭം ഓർത്തിട്ടായിരിക്കും. ഇவ்விதം തന്നെയായിരിക്കും നമ്മുടെ പേര് കേൾക്കുമ്പോൾ മറ്റു വ്യക്തികളുടെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള ഒരു ചിത്രം വ്യക്തമായി വരുന്നത്. അതായത് നമ്മുടെ സ്വഭാവം, സംസാര രീതി, അങ്ങനെ ഒരുപാട് ഫാക്ടറുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ മനസ്സിൽ നമ്മൾ നല്ല വ്യക്തിയാണോ ചീത്ത വ്യക്തിയാണോ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയാണോ എന്നതിനെക്കുറിച്ചൊരു വ്യക്തമായ ചിത്രം തെളിഞ്ഞു വരുന്നത്. അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അതിൽ എനിക്ക് ശരിയാണെന്ന് തോന്നിയ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയൊരു ഫാക്ടറാണ് ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് വേറൊന്നുമല്ല, നമ്മുടെ സംസാര രീതി തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് മാത്രം നിൽക്കുകയും നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് പൊതുവെ എല്ലാവരും ചെയ്തു വരാറ്. ഈ ഞാനടക്കമുള്ള എല്ലാവരും ആ രീതിയിൽ തന്നെയാണ് ചെയ്തു വരാറ്. പക്ഷേ നമ്മൾ അവിടെ സംസാര രീതിയെ നമ്മൾ ഇരുത്തി ചിന്തിക്കുകയാണെങ്കിൽ മറ്റുള്ളവന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൂടി ചിന്തിച്ചുകൊണ്ട് നമ്മൾ അവരോട് സംസാരിക്കണം. ഹെൻറി ഫയലിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രിൻസിപ്പിൾസ് ആണ് തിങ്കിങ് അതർ പോയിന്റ് ഓഫ് വ്യൂ. അതായത്, ഞാൻ പറയുന്നത് വസ്തുത നമ്മൾക്ക് ശരിയാണെന്ന് തോന്നിയേക്കാം 100%, പക്ഷേ അത് കേൾക്കുന്നവന് ശരിയാകണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവന്റെ വസ്തുതയ്ക്കും അവന്റെ കൺസെപ്റ്റിനും അവന്റെ ചിന്താരീതികൾക്കും കൂടി ഒരു ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് വേണം അവനോട് സംസാരിക്കാൻ. അത്തരത്തിൽ നമ്മൾ അവരോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ കേൾക്കാൻ അവൻ തയ്യാറാകും. അത് അവൻ മനസ്സിലോട്ട് ഉൾക്കൊള്ളും. എന്നിട്ടോ അവൻ നമ്മളോട് തിരിച്ച് സംസാരിക്കും. അല്ലാതെ ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവൻ സംസാരിക്കുന്ന യാതൊരു കാര്യത്തിനും നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നില്ല, നമ്മൾ സംസാരിക്കുന്നതിന് മാത്രമാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നെങ്കിൽ അവന്റെ മനസ്സിൽ നമ്മളെക്കുറിച്ചൊരു നെഗറ്റീവ് പിക്ചറോ ഡെവലപ്പ് ആവുകയുള്ളൂ. അത് ഷുവറാണ്. അതുകൊണ്ട് നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവന്റെ കാഴ്ചപ്പാടുകൾ കൂടിയും അവന്റെ കൂടി നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ട് വേണം സംസാരിക്കുവാൻ. അത്ര മാത്രമാണ് ഈ അവസരത്തിൽ ഞാൻ പറയുന്നത്. സോ ഗുഡ് ബൈ.